ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം ശരിക്കും നല്ല രീതിയിൽ തന്നെയാണ് നടന്നു പോകുന്നത്. ഇവിടെ ഒരുപാട് ആൾക്കാർ ഈ ശാലയിൽ എത്തുന്നുണ്ടെങ്കിൽ കൂടി ഇവിടെ ഈ ഭക്ഷണശാലക്കകത്ത് പ്രത്യേകിച്ച് തിരക്ക് ഒഴിവാക്കുന്ന കാര്യത്തിൽ അവർക്ക് നന്നേ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. പക്ഷേ ഈ വിശാലമായ ഒരു ഭക്ഷണശാലയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കഴിയും. പ്രത്യേകിച്ച് ഭക്ഷണശാലയിൽ അങ്ങനെ തിരക്ക് അനുഭവപ്പെടാത്ത രീതിയിൽ അവരത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതുകൂടാതെ ഇന്ന് പ്രത്യേകിച്ച് വിഭവസമൃദ്ധമായ സദ്യയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. കുട്ടികൾക്കും ഇവിടെ എത്തുന്ന ആൾക്കാർക്കും വിഭവസമൃദ്ധമായ സദ്യ തന്നെ ഒരുക്കിയിട്ടുണ്ട്. പാലട പായസം ഉൾപ്പെടെ വിഭവസമൃദ്ധമായ ഒരു സദ്യയാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ എത്തുന്ന ആൾക്കാർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ ഇവിടുന്ന് അനൗൺസ്മെൻറ്റിലൂടെ ഇവിടെ എത്തുന്ന ആൾക്കാർക്കുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, മിക്ക കുട്ടികൾക്കും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ശാലയിലേക്ക് വരാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അവർക്ക് ഇവിടുന്ന് പാർസൽ നൽകുന്നതിന് വേണ്ടി ഒരു പ്രത്യേക കമ്മിറ്റി, അതായത് ഇതിനകത്ത് പാർസൽ സംവിധാനം കൂടി ഇവർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭക്ഷണ കമ്മിറ്റിയുടെ അഭിപ്രായം നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തിരക്ക് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിലായാലും ബാക്കി എല്ലാ കാര്യത്തിലും ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ നമുക്ക് ഇത്ര നല്ല സദ്യ ഒരുക്കിയ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരാളുണ്ട്, ഇതിൻ്റെ ദേഹണക്കാരനായ ഒരാൾ നമുക്ക് പരിചയപ്പെടാം. സർ, എന്താണ് പേര്? നാരായണ പ്രകാശ് ഭട്ട് എന്ന്. എവിടെയാണ് താമസം? നാരായണമംഗല, കുമ്പള്. ഇവിടെ കലോത്സവ നഗരിയിലെത്തിയ എല്ലാവർക്കും പൊതുവെ ഭക്ഷണത്തെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. എന്തൊക്കെയാണ് നമ്മളിവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഇവിടെ എത്തുന്ന ആൾക്കാർക്ക് വേണ്ടി എന്തൊക്കെ വിഭവങ്ങളാണ് കാര്യമായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഈ ദിവസങ്ങളിലൊക്കെ? വിഭവങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ ഈ കേരള ശൈലിയിൽ ഈ സദ്യ എല്ലാം ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഈ ബോർഡറിൽ ഉള്ളത് കൊണ്ട് കേരള ശൈലിയും അറിയൂ, കർണാടക ശൈലിയും അറിയൂ. നമുക്ക് സൗത്ത് ഇന്ത്യനും പിന്നെ നോർത്ത് ഇന്ത്യനും എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ബോർഡറിൽ ആയതുകൊണ്ട് നമ്മൾ കേരള ശൈലിയും ആക്കും, എടുത്ത ശൈലി. ഇന്ന് കലോത്സവത്തിൻ്റെ സമാപന ദിവസമാണ്. ഇന്ന് എന്തൊക്കെ ഐറ്റംസ്, എന്തൊക്കെ വിഭവങ്ങളാണ് ഉണ്ടാക്കിയത്? പ്രത്യേകിച്ച് ഇന്ന് പാൽ പായസം മെയിൻ ഐറ്റം, അടപ്പാൽ പായസം, പിന്നെ ഒരു കൂട്ടുകറി, പിന്നെ ഒരു വറവ്, പിന്നെ രസം, സാമ്പാർ, പിന്നെ ചോറ്, അച്ചാർ, എത്ര ഉണ്ടാക്കുന്നത്. എത്ര ആൾക്കാർക്കുള്ള ഭക്ഷണമാണ് ഇന്നത്തെ ഒരു ദിവസം? എത്ര ആൾക്കാർക്കുള്ള ഭക്ഷണം കരുതിയത്? ഇന്ന് 6000-ന് 7000 പേരെന്നാന്ന് പറഞ്ഞിട്ടുണ്ട്. അത്ര ഉണ്ടാക്കിയിട്ടുണ്ട്, നടക്കുന്നുണ്ട്. നോക്കണം എത്ര. ഭക്ഷണം തികയാത്തൊരു പ്രശ്നം എന്തായാലും വരില്ല. 5 ദിവസത്തിൽ ഏത് ദിവസവും ആർക്കും ഒരു ചോറ് കുറവ് വന്നിട്ടില്ല. എല്ലാവർക്കും വേണ്ടി പോലെ എത്തിയിട്ടുണ്ട്. നിങ്ങളെ കൂടാതെ നിങ്ങളെ സഹായിക്കാനും മറ്റുമായിട്ട് ഈ 5 ദിവസങ്ങളിൽ നിങ്ങളുടെ കൂടെ എത്ര പേരുണ്ട്? എൻ്റെ അനുജന് പ്രസന്നകുമാർ ഭട്ടെന്നുണ്ട്. പിന്നെ ഒരു 5-6 ആൾ, ടോട്ടലായിട്ട് 8 ആളുണ്ടായി. ഞങ്ങൾ 8 ആൾ. ഏതായാലും നന്ദി. ഭക്ഷണ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പോകുന്നു എന്നറിയുമ്പോൾ അതിനെ ചുക്കാൻ പിടിക്കുന്ന ഒരാൾ നമുക്ക് പറ്റേണ്ടതുണ്ട്. ഇതിൻ്റെ കൺവീനർ ശ്രീ രവിശങ്കർ, അദ്ദേഹത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം. നമസ്കാരം സർ. എങ്ങനെ പോകുന്നു നമ്മുടെ ഇന്നത്തെ കലോത്സവത്തിൻ്റെ സമാപനമാണ്? ഭക്ഷണ കമ്മിറ്റിയെ കുറിച്ച് പൊതുവೇ നല്ല ಅಭಿಪ್ರಾಯമാണ്. ಎങ്ങനെ പോകുന്നു ഇതിൻ്റെ ಪ್ರವರ್ತನಗಳು? ಈಗ 5ನೇ ದಿನಕ್ಕೆ ನಾವು ಕಾಲಿಟ್ಟಿದ್ದೇವೆ. ಆದರೂ ಕೂಡ ಬಹಳ ವ್ಯವಸ್ಥಿತವಾಗಿ ಯಾರು ಕೂಡ ಎಲ್ಲ ಅಚ್ಚುಕಟ್ಟಾಗಿ ಇವತ್ತು ಕೂಡ ಹೋಗ್ತಾ ಇದೆ. ಮೊದಲನೇ ದಿನದಿಂದ 5ನೇ ದಿನವರೆಗೆ ಎಲ್ಲ ವ್ಯವಸ್ಥಿತವಾಗಿ ಅಂದರೆ ಬಹಳ ಅಚ್ಚುಕಟ್ಟಾಗಿ ಹೋಗ್ತಾ ಇದೆ. ವೈವಿಧ್ಯವಾದಂತಹ ಐಟಮ್ಗಳು ನಾವು ಮಾಡಿದ್ದೇವೆ. 1, 2, 3, 4, 5 ಎಲ್ಲ ದಿವಸಗಳು ಐಟಮ್ ಮಾಡಿട്ടുണ്ട്. ಎಲ್ಲ ದಿವಸವೂ ಕೂಡ ಐಟಮ್ಗಳು ಬದಲಿ ಮಾಡಿದ್ದೇವೆ. ಹಾಗೆ ಎಲ್ಲ ಅದು ಮಾತ್ರ ಅಲ್ಲ, ಪಾಯಸ ಎಲ್ಲ ದಿವಸವೂ ಕೂಡ ಪಾಯಸ ಕೊಟ್ಟಿದ್ದೇವೆ. 2 ದಿವಸ, 1 ದಿವಸ ಇದು ಪೈನಾಪಲ್ ಪುಡ್ಡಿಂಗ್ ಅಥವಾ ಕ್ಷೀರ, ಇವತ್ತು ಐಸ್ ಕ್ರೀಮ್. ಹೀಗೆ ಬಹಳ ಎಲ್ಲರಿಗೂ ತೃಪ್ತಿಯಾಗುವಷ್ಟು ನಾವು ಕೊಡಲಿಕ್ಕೆ ಇದರಲ್ಲಿ ಸಾಧ್ಯ ಆಗಿದೆ. എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ ഇതിൽ? എത്ര മെമ്പേഴ്സ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച? എത്ര ആൾക്കാരുണ്ട്? ಎಲ್ಲ ಕಮಿಟಿ ಸಾಮಾನ್ಯವಾಗಿ ನಮಗೊಂದು 160 ಜನರ ಒಂದು ಕಮಿಟಿ ಇದೆ. ಕಮಿಟಿ ಎಲ್ಲ ಜನರು ಕೂಡ ಸಜೀವವಾಗಿ ಸಕ್ರಿಯವಾಗಿ ಇದರಲ್ಲಿ ಭಾಗವಹಿಸಿದ್ದಾರೆ. ಅದು ಮಾತ್ರ ಅಲ್ಲದೆ ಕುಟುಂಬಶ್ರೀಯ ಕಾರ್ಯಕರ್ತರು, ಸಂಘಟನೆಗಳು, ವಿವಿಧ ಸಂಘಟನೆಗಳ ಕಾರ್ಯಕರ್ತರು, ಕ್ಲಬ್ ಸದಸ್ಯರು, ಇವರೆಲ್ಲ ಹಗಲಿರುಳು ಇವರು 24 ಗಂಟೆ ಕೂಡ ಇದು ಒಂದು ವರ್ಕಿಂಗ್ ಕಂಡೀಷನಲ್ಲಿ ಇರುವಂಥ ಒಂದು ಭೋಜನ ಶಾಲೆಯಾಗಿ ಮಾರ್ಪಾಡಾಗಿದೆ. ಮೊದಲ ದಿನದಿಂದ ಇವತ್ತಿನವರೆಗೆ ಯಾರು ಎಷ್ಟೊತ್ತಿಗೆ ಬಂದರೂ ಕೂಡ ಇಲ್ಲಿ ಊಟ ಇಲ್ಲ ಅಂತ ಆಗಲೇ ಇಲ್ಲ. ಫುಲ್ ಯಾರು ಬಂದರೂ ಕೂಡ ಹೊಟ್ಟೆ ತುಂಬ ಊಟ ಮಾಡಿ ಹೋಗುವಂಥ ಒಂದು ವ್ಯವಸ್ಥೆ ಇಲ್ಲಿ ಆಗಿದೆ. ഏതായാലും ഇവിടെ കലോത്സവ നഗരിയിൽ നിന്നും മടങ്ങുന്ന ആൾക്കാർക്ക് സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിച്ച സംതൃപ്തിയും ഒപ്പം ഈ കലോത്സവത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി മടങ്ങുമ്പോൾ അവരുടെ മനസ്സിൽ എന്നും ഈ ഒരു സ്വാദിൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു നല്ല അഭിപ്രായം എന്നും അവരുടെ മനസ്സിലുണ്ടാവും. ഏതായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞതിൻ്റെ ഒരു മനസംതൃപ്തിയിലാണ് ഞാനും. കലോത്സവ നഗരിയിലെ ഭക്ഷണശാലയിൽ നിന്നും ക്യാമറമാൻ ചന്ദ്രു വെള്ളരിക്കുണ്ടിനൊപ്പം ബിനു പിലിക്കോട്.